Good morning, students. Today our topic annuity due. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓർഡിനറി ആനുവിറ്റിയെക്കുറിച്ചും ഓർഡിനറി ആനുവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഓർഡിനറി ആനുവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓർഡിനറി ആനുവിറ്റി പ്രകാരം ടോട്ടൽ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? സം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ. ഇതായിരുന്നു ഓർഡിനറി ആനുവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് ആനുവിറ്റി ഡ്യൂ. അപ്പോൾ 3 തരത്തിലുള്ള ആനുവിറ്റി ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓർഡിനറി ആനുവിറ്റി, സെക്കൻഡ് വൺ ഈസ് ആനുവിറ്റി ഡ്യൂ ആൻഡ് തേർഡ് വൺ ഈസ് ഡിഫേർഡ് ആനുവിറ്റി. ദെൻ ഇവിടെ ആനുവിറ്റി ഡ്യൂ എന്ന് പറയുമ്പോൾ സപ്പോസ് ദാറ്റ് എൻ ആനുവിറ്റി ഓഫ് റുപ്പീസ് എ ഈസ് ഇൻവെസ്റ്റഡ് for n periods at the rate of r percentage per period compounding interest. If the investment are made at the beginning of each period, the accumulated amount is equal to, then avade annuity due prakaram accumulated amount kandupidikkanulla formula. Annuity due ennu parayunna method prakaram total എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദറ്റ് ഈസ് നമ്മളവിടെ ഉപയോഗിച്ച എന്തായിരുന്നു? എ ഇൻറ്റു നമ്മൾ ഉപയോഗിച്ച ഫോർമുല എ ഇൻറ്റു 1 പ്ലസ് ആർ ഓൾ റേസ് ടു 1 പ്ലസ് ആർ ഓൾ റേസ് ടു എൻ മൈനസ് 1 എന്നുള്ള. അപ്പോൾ അതിന് മുൻപ് തന്നെ ആദ്യം നമ്മൾ എ ഇൻറ്റു 1 പ്ലസ് ആർ ഇൻറ്റു 1 പ്ലസ് ആർ ഓൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ. ആർ എന്ന് പറയുന്നിടത്ത് നമുക്ക് ഐ എന്നുള്ള ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഈ 2 ക്ലാസ്സിൽ നമ്മൾ ഐ എന്നുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഐ എന്ന് പറയുന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതാ ഫോർമുല? എ ഇൻറ്റു 1 പ്ലസ് ഐ, എ ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ. ഒന്നുമില്ല, ആദ്യത്തെ ഫോർമുല തന്നെ ഏതുകൂടെ അപ്ലൈ ചെയ്യണമെന്ന് മാത്രം. എയുടെ കൂടെ എ ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് പറയുന്ന ഫോർമുല കൂടെ 1 പ്ലസ് ഐ കൂടെ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആനുവിറ്റി ഡ്യൂ എന്ന് പറയുമ്പോൾ ആനുവിറ്റി ഡ്യൂ ആണ്. ഓരോ എന്താ പറയുക ആനുവിറ്റി പീരീഡിലും ബിഗിനിങ്ങിൽ പേയ്മെൻറ്റ് നടത്തുന്നതാണ് ആനുവിറ്റി ഡ്യൂ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആനുവിറ്റി ഡ്യൂ എന്ന് പറയുമ്പോൾ ബിഗിനിങ്ങിലായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടായിരിക്കാം. ദെൻ അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ആനുവിറ്റി ഡ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. ദെൻ ഓർഡിനറി ആനുവിറ്റി നമ്മൾ ഫോർമുല എന്താ? എ ഇൻറ്റു ഇതില്ലാതെ 1 പ്ലസ് ഐ എന്ന് പറയുന്ന ഈ ടേം ഇല്ലാതെ എ ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ. ഈ ഫോർമുലയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓർഡിനറി ആനുവിറ്റിയിൽ. ആനുവിറ്റി ഡ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? എ ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഇവിടെ സെയിം ഒരു പ്രോബ്ലം ആനുവിറ്റി ഡ്യൂവിൽ നമുക്ക് ചെയ്ത് നോക്കാം. Then suppose that an annuity of ഒരു എക്സാമ്പിൾ, സപ്പോസ് ദാറ്റ് an annuity of rupees 40,000 ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ ആനുവിറ്റി എ ഈസ് ഈക്വൽ ടു 40,000, എ ഈസ് ഈക്വൽ ടു 40,000 എന്ന് പറയുന്നുണ്ട്. സപ്പോസ് ദാറ്റ് an annuity of rupees 40,000 payable at the beginning of each year. എല്ലാ വർഷവും ആദ്യത്തിൽ 40,000 രൂപ വെച്ച് അടയ്ക്കും. പുട്ട് ഇൻ ടു എൻ അക്കൗണ്ട് ഫോർ 6 years. എത്ര വർഷമാണ് അവർ അടയ്ക്കുന്നത്? എൻ ഈസ് ഈക്വൽ ടു 6 years. എൻ ഈസ് ഈക്വൽ ടു 6 years. 6 വർഷമാണ് അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക. ദെൻ അറ്റ് 8% പെർ ആനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 8% പെർ ആനം. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്കറിയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ് നമ്മളിപ്പോഴും ആനുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദ ആനുവിറ്റി മേ ബി കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. അതായത് ഒരു എക്സാമ്പിളാണ്. എങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദ ആനുവിറ്റി നമ്മളിങ്ങനെ വർഷം അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ ആനുവിറ്റിയാണ് കണ്ടുപിടിക്കുക. ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ബിഗിനിങ് എന്ന് പറയുന്ന ടേമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് വ്യത്യാസം. നിങ്ങൾക്ക് ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ എ ഇൻറ്റു 1 പ്ലസ് ഐ ഓൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്ന ഓർഡിനറിയുടെ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ആനുവിറ്റി ഡ്യൂവിൻ്റെ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ
ഫസ്റ്റ് കേസിൽ ഒന്നുകിൽ ഓർഡിനറി എന്ന് പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് എന്ന് പറഞ്ഞിരിക്കാം. ഇവിടെ ആനുവിറ്റി ഡ്യൂ എന്നുള്ളതിൽ ഒന്നുകിൽ ആനുവിറ്റി ഡ്യൂ എന്ന് പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ ഇയർ എന്നുള്ളതും പറഞ്ഞിരിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മളിത് ക്ലാസിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എ ഇൻറ്റു 1 + I ഇൻറ്റു 1 + I all raised to n - 1 ഡിവൈഡഡ് ബൈ I. ഈ ഫോർമുല ഉപയോഗിച്ചിരിക്കണം. എ ഈസ് ഈക്വൽ ടു 40,000. ഇവിടെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. 40,000 ഇൻറ്റു 1 + I എന്ന് പറയുമ്പോൾ 1 + I എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. therefore I ഈസ് ഈക്വൽ ടു 8/100. ദാറ്റ് മീൻസ് 0.08 അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതാം? 0.08. 1 + 0.08 ഇൻറ്റു 1 + 0.08 all raised to n ഈസ് ഈക്വൽ ടു 6 - 1 ഡിവൈഡഡ് ബൈ 0.08. then 40,000 into 1.08. ഇവിടെ 1 + 0.08 എന്ന് പറയുമ്പോൾ 1.08 all raised to 6 എന്ന് പറയുന്നതാണ്. all raised to 6 എന്ന് പറയുമ്പോൾ then 1.5869 1.5869 minus 1 divided by 0.08. യാതൊരു കൺഫ്യൂഷനും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ 40,000 ഇൻറ്റു 1 + I എന്ന് പറയുന്നത് 0.08. 1 + 0.08 എന്ന് പറയുന്നത് 1.08. 40,000 ഇൻറ്റു 1.08. 1 + 0.08 all raised to 6 എന്ന് പറയുമ്പോൾ 1.08 all raised to 6 എന്ന് പറയുന്നതാണ്. ദാറ്റ് മീൻസ് 1.5869 minus 1 all divided by 0.08. 40,000 into 1.08 is equal to 43,200. 43,200 into then 1.5869 minus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.5869 divided by 0.08. അപ്പോൾ 0.5809 0.08 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 43,200 ഇൻറ്റു 0.733625. ആൻസർ ഈസ് 3,16,925. 3,16,925. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ഓരോ വർഷവും ആദ്യത്തിൽ 40,000 രൂപ വെച്ചിട്ട് അടയ്ക്കണം. അങ്ങനെ ഓരോ വർഷം 40,000 രൂപ വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ അവിടെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. അങ്ങനെ എത്ര വർഷം അടയ്ക്കുന്നുണ്ട്? 6 വർഷം അടയ്ക്കുന്നുണ്ട്. ഓരോ വർഷവും ആദ്യത്തിൽ 40,000 രൂപ വെച്ച് അടയ്ക്കുന്നു. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അങ്ങനെ ഫിക്സഡ് സം പീരിയോഡിക്കലി പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറയുന്നത്. ആ ആനുവിറ്റി മെത്തേഡ് പ്രകാരം ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതായത് എല്ലാ വർഷവും 40,000 രൂപ വെച്ച് അടയ്ക്കുന്നു. 8% അതിന് ഇൻട്രസ്റ്റ് റേറ്റ്. 6 വർഷം നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഈ 6 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും? ഇതാണ് ക്വസ്റ്റ്യൻ. എത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ ആനുവിറ്റി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ആനുവിറ്റി അറ്റ് ദ ബിഗിനിങ്ങിലാണ് നമ്മൾ അടയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കണം? അപ്പോൾ ഫോർമുല പഠിച്ചു വയ്ക്കുക. അത്തരം സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഫോർമുല? ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 + I ഇൻറ്റു 1 + I all raised to n minus 1 ഡിവൈഡഡ് ബൈ I. I എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. I ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു 8% എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്താ എഴുതണേ? I ഈസ് ഈക്വൽ ടു 0.08. 0.08. N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ്. ദാറ്റ് മീൻസ് 6 years. then 1. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി 40,000 ഇൻറ്റു 1 + 0.08 then into 1 + 0.08 all raised to 6 minus 1 divided by 0.08. That means 40,000 into 1.08 is equal to 43,200. then ഇവിടെ ഈ കാൽക്കുലേഷൻ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കുക. ആദ്യം ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തു. then അതിൻ്റെ
6 ഓർഡർ ടു 6 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അതിൽ നിന്ന് -1 മൈനസ് ചെയ്തു. ആൻസർ ഈസ് ആ കിട്ടിയിരിക്കുന്ന ആൻസറിനെ 0.08 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് 0.733625 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 43,200നെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാണപ്പോൾ? 3,16,925. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 2 പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 പ്രോബ്ലം വെച്ചാൽ 2 എക്സാമ്പിൾസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2 എക്സാമ്പിൾസ്, ഒന്ന് ഓർഡിനറി ആനുവിറ്റി പ്രകാരമുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. സെയിം ടൈം ആനുവിറ്റി ഡ്യൂ എന്ന് പറയുന്ന ടെക്നിക്സിലുള്ള ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ സം മോർ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ആൻസർ ചെയ്യേണ്ടതുണ്ട്. ഏതായിരിക്കും ഈ ക്വസ്റ്റ്യൻ, ഏത് ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാവണമെങ്കിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കി അതിലെ ഓർഡിനറി ആനുവിറ്റി ആണോ ആനുവിറ്റി ഡ്യൂ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ട് തരാം, നമുക്കൊപ്പം ചെയ്യാം, നിങ്ങൾ കൂടെ ചെയ്യുന്നുണ്ടാവും. ദെൻ അവിടെ ഫസ്റ്റ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. എ പേഴ്സൺ deposits rupees 15,000 at the end of each year. At the end of each year in an account that pays that pays 15% interest compounded annually. Find the amount at the end of 5 years. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുകയാണ് ഞാൻ. എന്താണ്? എ പേഴ്സൺ ഡെപ്പോസിറ്റ് ₹15,000 അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ. എല്ലാ വർഷവും അവസാനം 15,000 രൂപ വെച്ചിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എ പേഴ്സൺ ഡെപ്പോസിറ്റ് ₹15,000 അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ ഇൻ എൻ അക്കൗണ്ട് ദാറ്റ് പേയ്സ് 15% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. അങ്ങനെ 15,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം 15% ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി, ഇൻട്രസ്റ്റ് ആനുവലിയാണ്, കോമ്പൗണ്ടഡ് ആനുവലി ആണ്. അത് സാധാരണ 15% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഫൈൻഡ് ദ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ 5 ഇയർ. അപ്പോൾ ഇതിൽ ഏത് ഫോർമുല ഉപയോഗിക്കണം? A into 1 plus I all raised to n minus 1 divided by I. ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അതോ നമുക്ക് പിന്നെ പഠിച്ചിരിക്കുന്ന A into 1 plus I into 1 plus I all raised to n minus 1 divided by I. ഇതിൽ ഏത് ഫോർമുല സെലക്ട് ചെയ്യണം? അതിന് ഏത് ഫോർമുല സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഓർഡിനറി ആനുവിറ്റി ആണോ ആനുവിറ്റി ഡ്യൂ ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ അത് മനസ്സിലാക്കാനായിട്ട് നമുക്കുള്ള ക്ലൂ എന്താണ് ഇതിൽ? ദാറ്റ് മീൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ. കണ്ടോ? അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, എല്ലാ വർഷവും അവസാനമാണ് പേയ്മെൻറ്റ് നടത്തണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഓർഡിനറി ആനുവിറ്റി. അതൊരു ഓർഡിനറി ആനുവിറ്റിയാണ്. ഓർഡിനറി ആനുവിറ്റി ആണെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം, നമുക്ക് ഈസി ആയിട്ട് സം കണ്ടുപിടിക്കാം. സം ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? A into 1 plus I all raised to n
-1 ഡിവൈഡഡ് ബൈ I. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല. അപ്പോൾ ഓർഡിനറി ആനുവിറ്റി പ്രകാരം S ഈസ് ഈക്വൽ ടു A ഇൻറ്റു 1 + I (n - 1) ഡിവൈഡഡ് ബൈ I. ദെൻ ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എ എത്രയാണെന്ന് ആദ്യം എഴുതുക. A ഈസ് ഈക്വൽ ടു 15,000. ഇത് ക്ലിയർ അല്ലേ? A ഈസ് ഈക്വൽ ടു 15,000. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 15%. R ഈസ് ഈക്വൽ ടു 15% ആണ്. R 15% ആണെങ്കിൽ നമ്മൾ പകരം I ഈസ് ഈക്വൽ ടു എന്ന് പറയും. ഇൻട്രസ്റ്റ് റേറ്റ് I ഈസ് ഈക്വൽ ടു 0.15. N ഈസ് ഈക്വൽ ടു എത്ര വർഷത്തേക്കാണ്? N ഈസ് ഈക്വൽ ടു 5 years. N ഈസ് ഈക്വൽ ടു 5 years. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? A ഈസ് ഈക്വൽ ടു 15,000, R ഈസ് ഈക്വൽ ടു 15%. ദാറ്റ് മീൻസ് I ഈസ് ഈക്വൽ ടു 0.15, N ഈസ് ഈക്വൽ ടു 5. ദെൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. S ഈസ് ഈക്വൽ ടു A ഇൻറ്റു ദാറ്റ് മീൻസ് 15,000 ഇൻറ്റു 1 + I ഈസ് ഈക്വൽ ടു 0.15 all raised to 5 - 1 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ I എന്ന് പറയുമ്പോൾ 0.15. അപ്പോൾ നമ്മളെങ്ങനെ എഴുതിയേക്കണേ? S ഈസ് ഈക്വൽ ടു 15,000 ഇൻറ്റു 1 + 0.15 all raised to 5 - 1 divided by 0.15. That means answer is 15,000 1.15 all raised to 5 - 1 divided by 0.15. 15,000 ഇൻറ്റു 1.15 all raised to 5 എന്ന് പറയുന്നുണ്ട്. ദെൻ അത് all raised to 5 എന്ന് പറയുമ്പോൾ എത്രയാണ് എന്നുള്ളത് 1.15 all raised to 5 എത്രയാണെന്ന് നോക്കാം. ദെൻ ഇവിടെ വരും. ഇവിടെ ആൻസർ 15,000 ഡിവൈഡഡ് ബൈ 0.5 ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെന്ന് കണ്ടുപിടിക്കാം? 15,000 ഡിവൈഡഡ് ബൈ 0.5 ആണെങ്കിൽ ആൻസർ ഈസ് 15,000 എന്നുള്ളത് 1 lakh ആയിട്ട് മാറും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 1.15നെ 5 times മൾട്ടിപ്ലൈ ചെയ്ത് -1 എടുക്കാം. ദാറ്റ് മീൻസ് ഇവിടെ ആൻസർ ഈസ് 1 lakh. ഇവിടെ 15,000 ഇൻറ്റു 0.15 കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്താൽ മതി. 15,000 ഇൻറ്റു 0.15 ദാറ്റ് മീൻസ് 15,000 ഡിവൈഡഡ് ബൈ 0.15 ദാറ്റ് മീൻസ് 1 lakh. വൺ ലാക്ക് ഇൻറ്റു 1.15 എന്ന് പറയുന്നത് 2.001 - 1. Answer is 1,01,100. ഇതിൻ്റെ സ്റ്റെപ്സ് നിങ്ങളൊന്നുകൂടെ വ്യക്തമായിട്ട് നോട്ട്ബുക്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് 15,000 എന്നുള്ളത് ഇങ്ങനെ കിടന്നോട്ടെ. നിങ്ങൾ ചെയ്യുമ്പോൾ 1 + 0.15 all raised to 5 എന്ന് പറയുമ്പോൾ 1.15. അപ്പോൾ ആൻസർ ഈസ് 1.15 all raised to 5. 5 times നിങ്ങളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ 5 times മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം -1, അതിൽ നിന്ന് -1 ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആൻസറിനെ 0.15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇൻറ്റു 15,000 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഈസ് 1,01,100 കിട്ടും. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. 15,000 രൂപ വെച്ചിട്ട് 15% ഇൻട്രസ്റ്റോട് കൂടിയിട്ട് 5 വർഷം 15,000 രൂപ വെച്ചിട്ട് അടയ്ക്കണം. അപ്പോൾ ആക്ച്വലി നമുക്ക് അടയ്ക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം 15,000 റുപ്പീസാണ് നമ്മൾ അടയ്ക്കണത് അല്ലേ. അപ്പോൾ 15,000 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഏകദേശം 75,000 വരും. 30,000, 60,000, 75,000. പക്ഷേ 15% ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ടാണ്. ആ 15%. അപ്പോൾ മാക്സിമം നമ്മൾ 15,000 രൂപ വെച്ചിട്ട് 5 വർഷം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 75,000 രൂപയാണ്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുമോ, 1,01,100 ആവും. അപ്പോൾ അവിടെ 15% ഇൻട്രസ്റ്റ് വരുന്നുണ്ട്.
അത് ഇയർലി കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ സം കണ്ടുപിടിക്കുമ്പോൾ 1,01,100 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ നിങ്ങളൊന്ന് ഇത്തിരി കൂടെ പ്രാക്ടിക്കലായിട്ട് ആ കാര്യങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ കാര്യങ്ങൾ റിയൽ ആയിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യുക. 15,000 രൂപ അടയ്ക്കണം, 5 വർഷമാണ് അടയ്ക്കണത്. 5 വർഷം അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് 75,000 രൂപയാണ് വരുന്നത്. 15% ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എത്രയായിട്ട് മാറിയത്? 1,01,100 എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് മാറിയത്. അപ്പോൾ അത്രയും ക്ലിയർ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ ക്വാർട്ടേർലി ആവാം, ഹാഫ് ഇയർലി ആവാം, മന്ത്ലി ആവാം. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ മുൻപ് പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന എമൗണ്ട് മിസ്സിങ് ആയിരിക്കാം, എൻ മിസ്സിങ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ പലപ്പോഴും പല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next one, find the future amount of, next question, find the future amount of ordinary annuity of rupees 10,000 per annum for 5 years at 10% per year, compounded half yearly. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കണേന്ന് നോക്കാം. ഫൈൻഡ് ദ ഫ്യൂച്ചർ എമൗണ്ട് ഓഫ് ഓർഡിനറി ആനുവിറ്റി. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ഈ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊരു ഓർഡിനറി ആനുവിറ്റിയാണ്. ഫസ്റ്റ് ഫോർമുല തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓർഡിനറി ആനുവിറ്റി ഓഫ് rupees 10,000 per annum. എല്ലാ വർഷവും 10,000 രൂപ വെച്ചിട്ടാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ 5 years, 5 വർഷത്തേക്കാണ് ആ എമൗണ്ട് അടയ്ക്കുന്നത്. അത് 10% per year, 10% ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ് അതിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്ന് പറയുന്നത് അല്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% per annum ആണ്. പക്ഷെ നമുക്ക് ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? R is equal to 10/2 എന്ന് എടുക്കേണ്ടി വരും. R is equal to 10/2 എന്ന് പറയുമ്പോൾ 5% ആയിട്ട് മാറും. അപ്പോൾ 5% എന്ന് പറയുന്നത് 5%ൻ്റെ പെർസെൻറ്റേജ് കളിയാണെങ്കിൽ 5/100. ദാറ്റ് മീൻസ് 0.05. I is equal to 0.05 ആയിട്ട് മാറി. I is equal to 0.05 ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. I is equal to 0.05. ഇനി നമുക്ക് എന്നും അതിനനുസരിച്ച് ഈ ഹാഫ് ഇയർലി എന്നൊക്കെ പറയുമ്പോഴും ക്വാർട്ടേർലി എന്ന് പറയുമ്പോഴും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും വ്യത്യാസം വരും. സെയിം ടൈം നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് വ്യത്യാസം വരും. ഇവിടെ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 5 years ആണെങ്കിൽ N is equal to നമ്പർ ഓഫ് ടൈംസ്, നമ്പർ ഓഫ് പീരീഡ് എന്ന് പറയുമ്പോൾ 5 into 2 that is 10. N is equal to 10, I is equal to 0.05. ആദ്യം ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം, മറക്കരുത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കി, നോക്കി ഹാഫ് ഇയർലി ആണോ, ക്വാർട്ടേർലി ആണോ, മന്ത്ലി ആണോ, ഇയർലി ആണോ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യണം. അപ്പോൾ ഇത് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആണെന്ന് പറയണു. ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. R is equal to
10% എന്ന് പറയുന്നതിനെ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞ വശം തന്നെ നമ്മൾ എന്ത് ചെയ്തു 10/2 എന്നുള്ളത് ഇട്ടു. ദാറ്റ് മീൻസ് 5%. അതിനെ 5% ആക്കി മാറ്റി. 5%നെ 5/100 ഈസ് ഈക്വൽ ടു, ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 5/100 എന്ന് പറയുന്നത് 0.05. I ഈസ് ഈക്വൽ ടു 0.05. സെയിം ടൈം n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്ര തവണയാണ് n എന്ന് പറയുന്നത്? 5 വർഷമാണ് പറയുന്നത്. ഹാഫ് ഇയർലി ആകുമ്പോൾ 5 വർഷം എന്ന് പറയുന്നത് 10 തവണ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. 10 times 5 into 2, ദാറ്റ് മീൻസ് 10 times. ഓക്കെ, ദെൻ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. S ഈസ് ഈക്വൽ ടു A ഇൻറ്റു, എല്ലാവരും ഒപ്പം ഫോർമുല തനിയെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാം. സം ഈസ് ഈക്വൽ ടു A ഇൻറ്റു 1 + I all raised to n minus 1 divided by I. ഫോർമുല കിട്ടി. A ഈസ് ഈക്വൽ ടു, A എന്ന് പറയുന്നത് നമുക്കറിയാം. A ഈസ് ഈക്വൽ ടു 10,000. 1 + I എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.05. ഓൾ റേസ് ടു n എന്ന് പറയുന്നത് 10 times ആക്കി മാറ്റിയിട്ടുണ്ട്. 10 minus 1 divided by I, that means 0.05. ഒന്നുകിൽ 10,000നെ ഡിവൈഡഡ് ബൈ 0.05 ചെയ്യുക, അതല്ലെങ്കിൽ 1 ഇങ്ങനെ ചെയ്യുക. 10,000 ഇൻറ്റു 1.05 ഓൾ റേസ് ടു 10 minus 1 divided by 0.05. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. ദെൻ ലാസ്റ്റ് ആൻസർ ഈസ് 2 lakh ഇൻറ്റു find the value of number is find the value of n. Then last answer is 1,25,000. Future amount is 1,25,000. 1,25,800. അപ്പോൾ നമ്മൾ ഓർഡിനറി ആനുവിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ ആനുവിറ്റി ഡ്യൂവിൽ നിന്നും ഒക്കെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓർഡിനറി ആനുവിറ്റിയിൽ തന്നെ നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. ഇത് ഹാഫ് ഇയർലി വരികയാണെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ 1.05 10 times ചെയ്തേ പറ്റൂ. 1.05 ഇൻറ്റു 1.05 ഇൻറ്റു 1.05 ഇൻറ്റു 1.05 എന്ന് പറഞ്ഞിട്ട് 10 times നിങ്ങളവിടെ ചെയ്തിരിക്കണം. ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് -1, ആ ആൻസറിൽ നിന്ന് -1 മൈനസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 0.05 ചെയ്തിരിക്കണം. ദെൻ ഇൻറ്റു 10,000. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായത് എന്താ? 10,000 രൂപ എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്ക് വേണ്ടി എല്ലാ വർഷവും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 വർഷത്തേക്കാണ്, 5 years ആണ്. അപ്പോൾ ദെൻ 10,000 രൂപ വെച്ചിട്ട് 5 വർഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്. ദെൻ 50,000 രൂപയാണ്. പക്ഷേ ഇവിടെ എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 10% ഇൻട്രസ്റ്റ് റേറ്റ് ഇയർലി പറയുന്നുണ്ട്. ദെൻ ആ 10% എന്ന് പറയുമ്പോൾ തന്നെ അത് കൂടുതലായിരിക്കും. 10% ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. വീണ്ടും അതിനെന്തായിട്ട് മാറ്റി? അത് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത് 6 monthsലാണ്. അപ്പോൾ ദെൻ അവിടെ 6 monthsലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. ദെൻ 50,000 രൂപ നമുക്ക് ലഭിക്കാനെടുത്ത് 1,25,800 rupees നമുക്ക് അവൈലബിൾ ആവണേ. അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് കൂട്ടി നോക്കുക. അതായത് 10,000 രൂപ വെച്ച് അടയ്ക്കുന്നു, 5 വർഷം അടയ്ക്കുന്നു, ഏകദേശം ഒരു 10 ലക്ഷം രൂപയൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ എത്രയാണ് വരണേ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്കത് കറക്റ്റായിട്ട് അതിനൊരു പിക്ചർ കിട്ടും. പ്രാക്ടിക്കലായിട്ട് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 1-2 പ്രോബ്ലം ചെയ്തു. നെക്സ്റ്റ് വൺ, next question, what amount should be set aside at the end of each year to amount to rupees 1,48,970 at the end of 8 years at 5% per annum compounded annually. Compounded annually. അവിടെ നോക്കുക, what amount should be set aside. ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. what amount should be set aside at the
at the end of each year, at the end of each year, to amount to rupees 1,48,970, 1,48,970 at the end of 8 years. At the end of 8 years, at 5% per annum, at 5% per annum, 5% compounded annually. Then നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് എമൗണ്ട് ഷുഡ് ബി സെറ്റ് അസൈഡ് at the end of the each year, to amount to rupees 1,48,970. അതായത് what amount should be set aside at the end of the each year to amount to rupees 1,48,970 at the end of 8 years at 5% per annum compound annually. അതായത് 8 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,48,970 രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും അവർ ആനുവലി, അതിൻ്റെ ആനുവിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നത്. ആനുവലി എത്ര എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതാണ്, വാട്ട് എമൗണ്ട് ഷുഡ് ബി സെറ്റ് അസൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ to amount to rupees 1,48,970 at the end of 8 years at 5% per annum compounded annually. ആനുവൽ കോമ്പൗണ്ട് റേറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എസ് ആണ് തന്നിരിക്കുന്നത്. എസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1,48,000 നിങ്ങൾ എഴുതിക്കോളാം. എന്താ? 1,48,970 എന്നുള്ളതാണ് സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം. ദെൻ വാട്ട് എമൗണ്ട് ഷുഡ് ബി സെറ്റ് അസൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ അമൗണ്ടഡ് ടു rupees 1,48,970. തന്നിരിക്കുന്നതിൽ എ അല്ല തന്നിരിക്കുന്നത്, സമ്മാണ് തന്നിരിക്കുന്നത്. സം ഈസ് ഈക്വൽ ടു 1,48,970. ദെൻ തന്നിരിക്കുന്നത് 8 ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 8. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു 5%. ദെൻ 5% per annum കോമ്പൗണ്ടഡ് ആനുവലി ആണ് അത് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ദെൻ I ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ്, ദെൻ 5 ഡിവൈഡഡ് ബൈ 100, ആൻസർ ഈസ് 0.05. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ആനുവിറ്റി പ്രകാരം എത്രയായിരിക്കും ഓരോ വർഷവും ആ വ്യക്തി അടച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ട് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് വാട്ട് എമൗണ്ട് ഷുഡ് ബി സെറ്റ് അസൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ. അപ്പോൾ ഇവിടെ നോക്കുക, അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ എന്ന് പറയുമ്പോഴാണ് നമ്മളവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ വർഷവും അത് ഓർഡിനറി ആനുവിറ്റി ആയിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് പീരീഡ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ആനുവിറ്റിയാണ്. അപ്പോൾ ഇത് ബിഗിനിങ് ആണെന്ന് പറയുകയാണെങ്കിലാണ് അവിടെ എന്തായിരിക്കുക, ബിഗിനിങ് എന്ന് പറയുകയാണെങ്കിൽ അത് ആനുവിറ്റി ഡ്യൂ ആയിരിക്കും. ഇത് എൻഡ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ആനുവിറ്റി ആയിരിക്കും. അപ്പോൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഫിക്സ് ചെയ്യണം. ഏത് ഫോർമുല ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? എൻഡ് ഓഫ് ഈച്ച് ഇയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതെന്താണ്, ഓർഡിനറി ആനുവിറ്റി ആണ്. ഓർഡിനറി ആനുവിറ്റി പ്രകാരം സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ഐ divided by 1 plus I all raised to n minus 1 divided by I. അപ്പോൾ ഈ ഫോർമുല എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ ഫോർമുലയിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore A ഈസ് ഈക്വൽ ടു, എ എന്ന് പറയുന്നത് അറിയില്ല, പക്ഷേ പകരം നമുക്കിവിടെ സം അറിയാം.
അപ്പോൾ സം എന്നുള്ളടത്ത് 1,48,970 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് പറഞ്ഞെടുത്ത് 1 പ്ലസ് 0.05 all raised to 8 minus 1 divided by 0.05. Then 1,48,970 into 0.05 is equal to a into 1.05 all raised to 8 minus 1. That means 1,48,970 into 0.05. ഇതിനെ a into 1.05ന് 8 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.478 കിട്ടും. 1.478 a into 1.478 minus 1. Then ഇവിടെ 148,970 into 0.05 is equal to a into 0.478. Therefore, a is equal to 1,48,970 into 0.05 divided by 0.478. Then final a is equal to 15,582.64. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും ഇതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതല്ലെങ്കിലും അതെന്താണെന്നൊക്കെ ഇങ്ങനെ മിസ്സിങ് ആയിട്ടൊക്കെ തരാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എമൗണ്ട് ടോട്ടൽ സമ്മ് തന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു? എ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വേറെ ക്വസ്റ്റ്യനിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറയാം, എ കണ്ടുപിടിക്കാൻ പറയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറയാം, അതല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറയാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം? ആനുവിറ്റി എന്ന് പറയുമ്പോൾ ഫിക്സഡ് പീരീഡിലെ എമൗണ്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ rupees 400 is deposited in a savings bank account that pays 8% compounded quarterly. Find the balance. In this account at the end of 4 years. എന്താ ക്വസ്റ്റ്യൻ എന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഈച്ച് ക്വാർട്ടർ ₹400. ഓരോ ക്വാർട്ടറിൻ്റെയും ആദ്യത്തിലെ 400 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ദാറ്റ് പേസ് 8% കോമ്പൗണ്ടഡ്. 8% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി.
അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത് ക്വാർട്ടർ ആയിട്ടാണ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത്. ഫൈൻഡ് ദ ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ 4 years. 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ ടോട്ടൽ ബാലൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ, കണ്ടോ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അറ്റ് ദ എൻഡ് ഓഫ്, അറ്റ് ദ ബിഗിനിങ് ഓഫ്. അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പോൾ ഓർഡിനറിയും അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, ആനുവിറ്റിയും ഡ്യൂ എന്ന് പറയുന്ന മീനിങ്ങിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അങ്ങനെ തീരുമാനിക്കുക. S ഈസ് ഈക്വൽ ടു A ഇൻറ്റു 1 + I ഇൻറ്റു 1 + I all raised to n minus 1 divided by I. ഇത്തിരി ഫോർമുല ഉപയോഗിക്കണം. A ഇൻറ്റു 1 + I ഇൻറ്റു 1 + I all raised to n minus 1 divided by. ദെൻ ഇവിടെ A ഈസ് ഈക്വൽ ടു, A എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു 400. I ഈസ് ഈക്വൽ ടു, I എന്ന് പറയുന്നത് 8% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 8% എന്ന് പറയുമ്പോൾ ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 8%നെ ഡിവൈഡഡ് ബൈ 8/4, ദാറ്റ് ഈസ് 2/100. ദാറ്റ് മീൻസ് 0.02. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരിക, 0.02. N ഈസ് ഈക്വൽ ടു, N എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്, 4 years. 4 × 4 ദാറ്റ് മീൻസ് 16. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ശരിയാക്കി വെക്കുക കേട്ടോ. ഈ കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ അതായത് 4 × 4 16, അപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 0.02 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ദെൻ സം ഈസ് ഈക്വൽ ടു, സം കണ്ടുപിടിക്കാനായിട്ട് സം ഈസ് ഈക്വൽ ടു A ഇൻറ്റു 400 ഇൻറ്റു 1 + 0.02 ഇൻറ്റു 1 + 0.02 ഇൻറ്റു all raised to 16 minus 1 divided by 0.02. S is equal to 400 into 1.02 എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഫൈനൽ ആൻസർ ഈസ് S is equal to 7,609.20. നമ്മൾ നോക്കാം 400 ഇൻറ്റു 1.02. ആദ്യം നിങ്ങൾ 400നെ 1.02 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം 1 + 0.02 all raised to 16 minus 1 കഴിഞ്ഞു. 1 + 0.02 all raised to 16 എന്ന് പറയുമ്പോൾ 1ൻ്റെ കൂടെ 1.02 all raised to 16 ടൈംസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിന്ന് 1 മൈനസ് ചെയ്തിരിക്കണം. ദെൻ 0.02 ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പവർ വാല്യൂ കണ്ടുപിടിക്കുക. പവർ വാല്യൂ -1 മൈനസ് ചെയ്യുക ഡിവൈഡഡ് ബൈ 0.02. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 7,609 7,609 രൂപയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ കണ്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. 400 രൂപ വെച്ചിട്ട് ഓരോ ക്വാർട്ടറിലും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4 വർഷം അയാൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 4 വർഷം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ടോട്ടൽ സം എന്ന് പറയുന്നത് 7,609. അതിൽ ഈ ഫോർമുല ഉപയോഗിച്ചത് മാത്രമാണ് ഒരു കൺഫ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. ആ കൺഫ്യൂഷന് യാതൊരു കാര്യമില്ല. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആനുവിറ്റി ഡ്യൂ ആണോ ഓർഡിനറി ആനുവിറ്റി ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഈച്ച് ക്വാർട്ടർ എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ബിഗിനിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ആനുവിറ്റി ഡ്യൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ക്വാർട്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് ഓർഡിനറി ആണ്. ഓർഡിനറി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർമുല മാറ്റണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നൊരു കൺഫ്യൂഷൻ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ഓർഡിനറി ആണോ ദെൻ ആനുവിറ്റി ഡ്യൂ ആണോ നോക്കാം. അതിനുശേഷം ഈ പ്രോബ്ലംസ് ചെയ്യാം. ദെൻ ഇനി ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ് കൂടെ ഉണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിച്ചുകൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൾ.